ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. നമ്മുടെ ചാനലിൽ കുറേ പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേൾക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദ്വാരകയിലേക്ക്. ഭീഷ്മർ സ്വർഗം പോകി. ഉദകക്രിയാദി കർമ്മങ്ങൾ യഥാവിധി യുധിഷ്ഠിരൻ നിർവഹിച്ചു. ഗംഗ മകൻ്റെ ഭൗതികാംശം മുഴുവനും ഏറ്റുവാങ്ങി. ഭാഗീരഥി ഹൃദയവേദനയോടെ മകൻ്റെ ലൗകികാംശവുമായി സാഗരോന്മുഖിയായി. ഭീഷ്മരുടെ മരണം യുധിഷ്ഠിരനെ വല്ലാതെ ഉലച്ചു. എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സ് വരുതിയിൽ നിൽക്കാതെ വഴുതി കണ്ണുനീരാറ്റിൽ മുങ്ങി. ഇളമുള പൊട്ടും പോലെ യുധിഷ്ഠിരൻ വിങ്ങി. എത്ര കരഞ്ഞിട്ടും കനത്ത ദുഃഖത്തിന് തെല്ലും ശാന്തി ലഭിച്ചില്ല. ധൃതരാഷ്ട്രർ പോലും ധർമ്മജനെ സമാധാനിപ്പിച്ചു. പക്ഷേ ഭീഷ്മന്റെ മുഖം യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നു. അച്ഛൻ മരിച്ച് ആരോരുമില്ലാതെ എത്തിയ തങ്ങളെ വാരിയെടുത്ത് മടിയിലിരുത്തി മൂർധാവിൽ മുകർന്നുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ യുധിഷ്ഠിരന്റെ ഓർമ്മകളിൽ തെളിഞ്ഞു. പനിമതി പുഞ്ചിരിക്കുന്ന ഏകാന്ത രാത്രികളിൽ മുത്തച്ഛൻ്റെ വിരലിൽ തൂങ്ങി നടന്ന കാര്യങ്ങൾ യുധിഷ്ഠിരൻ ഓർത്തു. ആ ഉത്സംഗത്തിൽ മലർന്നു കിടന്ന് നക്ഷത്രം എണ്ണിക്കളിച്ച നിശീതിനികൾ യുധിഷ്ഠിരനിൽ വേദന നിറച്ചു. ആ മുത്തച്ഛൻ്റെ ശരീരത്തിൽ ഒടുവിൽ അമ്പുകൾ പായിച്ചു. ഒരു പിടി മണ്ണിനു വേണ്ടി, ഇന്നലെയും നാളെയും ആരുടെയോ സ്വന്തമാവുന്ന മണ്ണിനു വേണ്ടി മുത്തച്ഛനെ നിഷ്കരുണം കൊലപ്പെടുത്തി. ആരുണ്ട് തന്നെ പോലെ കൃതജ്ഞനായിട്ട്? ഈ ചിന്ത യുധിഷ്ഠിരനെ കുത്തി നോവിച്ചു. ഉത്സാഹം കളഞ്ഞു. ഉന്മേഷം പോയി. യുധിഷ്ഠിരൻ ഗ്ലാനിയോടെയിരുന്നു. കേശവൻ ദ്വാരകയിലേക്ക് മടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അർജുനൻ അവിടെ എത്തി പറഞ്ഞു, മാധവ, ഈ രാജ്യം വേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. മുത്തച്ഛൻ മരിച്ച ആദിയിൽ നിന്നും ജ്യേഷ്ഠൻ ഇതുവരെ മോചിതനായില്ല. ഇപ്പോഴും വേദനയുടെ നടുക്കയത്തിലാണ് അദ്ദേഹം. രാജ്യഭരണം താറുമാറായി. അനേകം ആളുകൾ ദാരിദ്ര്യത്തിലാണ്. പുരുഷന്മാർ മിക്ക പേരും മരിച്ചു കഴിഞ്ഞ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് ഭക്ഷണം നൽകണം. എല്ലാം രാജാവ് ഉണരാതെ എങ്ങനെയാണ്? ആ വാക്കുകൾ കേട്ട് കേശവൻ പെട്ടെന്ന് യുധിഷ്ഠിരൻ്റെ സമീപം എത്തി. കേശവൻ പറഞ്ഞു, യുധിഷ്ഠിര, താങ്കൾ എന്താണ് ഒരു ബാലനെ പോലെ പെരുമാറുന്നത്? കർത്തവ്യം ബുദ്ധിമാനെ വികലപ്പെടുത്തുകയില്ല. ഇത് ബാഹ്യമായ പോരല്ല, ശരിയായ പോരാട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. നീ തയ്യാറായേ മതിയാവൂ. സ്വന്തം മനസ്സിനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാൻ നീ ഒരുങ്ങുക. ആത്മാവിലെ കനത്ത ദുഃഖ കഥകളോടാണ് നീ പൊരുതേണ്ടത്. അത് ആത്മാവിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഈ പോരാട്ടത്തിൽ നീ ജയിച്ചില്ലെങ്കിൽ ഒന്നിലും വിജയം ലഭിക്കുകയില്ല. സ്വയം ബോധ്യപ്പെട്ട് കർത്തവ്യാനുഷ്ഠാനം കൊണ്ട് കൃതകൃത്യത പ്രാപിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ അതിനു കഴിയുകയുള്ളൂ. യുധിഷ്ഠിര, ഒരു ജീവിയും ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നതുമില്ല. പരിണാമത്തിന് വിധേയമാകുന്നു എന്ന് മാത്രം. ലൗകിക ബന്ധങ്ങളിൽ ആസക്തിയുള്ളവനെ ദുഃഖമുള്ളൂ. അവനെ ലോകം പ്രശംസിക്കുകയില്ല. ആഗ്രഹം കൂടാതെ പ്രവർത്തിക്കണം. ആ കർമ്മമാണ് ശുദ്ധിയുള്ള പ്രധാന കർമ്മം. അത് ധർമ്മമാണ്. ആ ധർമ്മം നിർവഹിക്കുവാൻ നീ എഴുന്നേറ്റാലും
മാധവന്റെ വാക്കുകൾ യുധിഷ്ഠിരനിൽ മാറ്റമുണ്ടാക്കി. ധർമ്മപുത്രർ ശോകം വെടിഞ്ഞു. ധർമ്മം ഉൾക്കൊണ്ട് കർമാസക്തനായി രാജ്യഭരണം നടത്തുവാൻ ഉദ്യുക്തനായി. കുരുക്ഷേത്രം വെടിഞ്ഞ് എല്ലാവരും ഹസ്തിനാപുരത്തേക്ക് യാത്രയായി. ധൃതരാഷ്ട്രരെ മുൻനിർത്തി പാണ്ഡവർ നടന്നു കഴിഞ്ഞു. ഏറ്റവും അവസാനം കേശവനാണ് കുരുക്ഷേത്രം വിട്ടത്. തേരിൽ കയറും മുമ്പ് മാധവൻ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. 18 ദിവസം നീണ്ടുനിന്ന കനത്ത പോര് കഴിഞ്ഞ് രക്തം കുടിച്ച മണ്ണ് മയങ്ങുന്നു. ലക്ഷക്കണക്കിന് പ്രാണൻ തുമ്പികൾ കുരുക്ഷേത്ര ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നു. സ്വസ്ഥത ലഭിക്കാതെ ഉഴറി തേങ്ങുകയാണ് അവ. യുദ്ധം ചെയ്ത് വീരസ്വർഗം നേടുവാൻ വെമ്പിയ രാജാക്കന്മാരും ബടജനങ്ങളുമാണ് അവർ. അണിയിട്ട് പ്രതീക്ഷയുമായി അവ ഇതാ നിൽക്കുന്നു. കേശവൻ അവയെ നോക്കി പുഞ്ചിരിച്ചു. താൻ കുരുക്ഷേത്രം വിടുന്നതോടെ ആത്മാവുകൾ പ്രയാണം തുടങ്ങും. അവ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ച് തീരുവോളം നരകത്തിൽ കിടക്കും. പക്ഷേ മാധവൻ പിന്നെയും പുഞ്ചിരിച്ചു. ആത്മാവുകളുടെ അസ്വസ്ഥതകൾക്ക് വിരാമം വരുന്നതുപോലെ അവയ്ക്ക് തോന്നി. കേശവൻ തേരിൽ കയറി. രഥം പതുക്കെ ചലിച്ചു. അനന്തതയിൽ നിന്നും പുകയോടെ കറുത്ത മേഘങ്ങൾ താണിറങ്ങി കുരുക്ഷേത്രത്തെ പൊതിഞ്ഞു. കനത്ത തണുപ്പ് ബാധിച്ചു. കുരുക്ഷേത്രം വിറച്ചു. രണഭൂമിയിൽ നിണമേറ്റു വീണ ആത്മാവുകൾ പ്രയാണം ആരംഭിച്ചു. ക്രമേണ കുരുക്ഷേത്രം തെളിഞ്ഞു വന്നു. 18 ദിവസത്തെ ഞെട്ടിക്കുന്ന ഓർമ്മകളുമായി കുരുക്ഷേത്ര ഭൂമി നിശ്ചലയായി കിടന്നു. അടുത്ത ഭാഗം ദുഃഖചിന്തകൾ. കുരുക്ഷേത്രം വിട്ട മാധവന്റെ തേര് വളരെ വേഗത്തിൽ സമതലങ്ങൾ കടന്നു. മാഘമാസമായി കഴിഞ്ഞു. പ്രകൃതി സദാ പൂമ്പട്ടിൽ പുതച്ച് കുടകപ്പാലകൾ പൂത്ത് പൂമണം പൊഴിയുന്ന താഴ്വരകളും പച്ചപ്പുതപ്പണിഞ്ഞ കുന്നുകളും കടന്ന് കേശവന്റെ രഥം ദ്വാരകയിലെത്തി. രൈവതകോത്സവത്തിൻ്റെ കാലമാണ് ദ്വാരകയിൽ. കേശവൻ എത്തുന്നതും കാത്ത് ഉത്സവം തുടങ്ങുവാൻ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതറിഞ്ഞ കേശവൻ കൊട്ടാരത്തിൽ കയറാതെ രൈവതക പർവ്വതത്തിലെത്തി. മാധവനെ കണ്ട് മനസ്സ് കുളിർത്ത് ജനങ്ങൾ ആവേശത്തോടെ അദ്ദേഹത്തെ പൊതിഞ്ഞു. മാധവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ദ്വാരകയ്ക്ക് ഉത്സവത്തിൻ്റെ മാസം തന്നെയാണ്. എന്നാൽ ദ്വാരകയിലെ അനേകം ഭടന്മാർ കുരുക്ഷേത്രത്തിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഉത്സവം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. കേശവന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. വെള്ളിലകൾ പൊഴിച്ച് പർവ്വതം ദ്വാരകയിലെ ഭടന്മാരെ ചൊല്ലി കണ്ണുനീർ വാർത്തു. കേശവൻ കൊട്ടാരത്തിലെത്തി. യാത്രാക്ഷീണം മാറ്റാൻ മാധവൻ വിശ്രമിച്ചപ്പോഴേക്കും വസുദേവർ ഗർഗാചാര്യനോടൊത്തു വന്നു. പിതാവിനെയും ആചാര്യനെയും കേശവൻ വന്ദിച്ചു. വസുദേവർ കേശവനോട് ചോദിച്ചു, മാധവ, യുദ്ധം നേരിൽ ദർശിച്ചവനാണ് നീ. ഞങ്ങൾക്ക് കേട്ടറിവേയുള്ളൂ. ഭീകരവും ദാരുണവുമായ ആ യുദ്ധരംഗങ്ങൾ മുഴുവൻ നിന്നിലൂടെ കേട്ടറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വസുദേവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേവകിയും മാധവന്റെ നികടത്തിലെത്തി. അവരും ആ യുദ്ധകഥ കേട്ടാൽ കൊള്ളാമെന്ന് അറിയിച്ചു. കേശവൻ മാതാപിതാക്കളോടും ഗുരുവിനോടും പറഞ്ഞു. ക്ഷത്രിയരുടെ അത്ഭുത കർമ്മങ്ങളാണ് രണഘോഷത്തിൽ അരങ്ങേറിയത്. അത്ഭുതവും രോമാഞ്ചദായകവുമായ ആ കർമ്മം വിവരിച്ചു പറയുക അത്ര എളുപ്പമല്ല. 4 ദിക്കിലായി ചിതറിപ്പരന്ന 18 അക്ഷൗഹിണി പട പൊരുതിയ ഘോരയുദ്ധം ആരെക്കൊണ്ടും വിവരിക്കുവാൻ കഴിയും? ഇത്രയും പറഞ്ഞ് ഗോപാലൻ നിശബ്ദനായി. അദ്ദേഹത്തിൻ്റെ നിശ്ചലത കണ്ടാൽ ആ യുദ്ധരംഗങ്ങൾ കണ്ണൻ കണ്ണിൻ മുമ്പിൽ കാണുകയാണോ എന്ന് തോന്നും. അല്പം കഴിഞ്ഞ് ഗർഗാചാര്യൻ പറഞ്ഞു, മധുസൂദന, നിനക്ക് നിർവഹിക്കുവാനാവാത്തതായി എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? ജന്മമെടുത്ത മനുഷ്യരിൽ പൂർണ്ണനാണ് നീ. നിന്റെ മാതാപിതാക്കളുടെയും എൻ്റെയും അഭിലാഷമാണ് ആ യുദ്ധകഥ നിന്നിൽ നിന്നും അറിയുക എന്നത്. കേശവ,
വൈമനസ്യമോരാതെ ആ യുദ്ധകഥ നീ പറഞ്ഞു തന്നാലോ? ഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെയും ഗുരുവായ ഗോപാലന് നിഷേധിക്കുവാൻ വയ്യല്ലോ. മാധവൻ പുഞ്ചിരിച്ചുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം വിവരിച്ചു. ശ്രോതാക്കളുടെ വദനത്തിൽ വിവിധ ഭാവങ്ങൾ അരങ്ങേറി. ഏറെ സമയം കൊണ്ട് മാധവൻ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് യുദ്ധകഥ അവസാനിപ്പിച്ചു. എന്നാൽ അഭിമന്യുവിൻ്റെ മരണം മാത്രം മാധവൻ കഥാപ്രസ്താവത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. കഥ കേട്ടിരുന്ന സുഭദ്ര ആലോലം വീഴുന്ന കണ്ണുനീരോടെ പറഞ്ഞു, ആങ്ങളെ, എൻ്റെ പ്രിയ മകനെക്കുറിച്ച് ഒരക്ഷരം നീ പറഞ്ഞില്ലല്ലോ. 16 എത്തും മുമ്പ് 18 അടവും പയറ്റി പരമഗതി പൂണ്ടവനാണ് അവൻ. അവനെപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും പറഞ്ഞ് സുഭദ്ര ബോധരഹിതയായി നിലത്തു വീണു. വസുദേവർ മകളെ താങ്ങിയെടുത്തു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസുദേവർ മകനോട് പറഞ്ഞു, മാധവ, നീ സത്യവാക്കാണ്. നിനക്ക് മറവിയില്ലെന്നും എനിക്കറിയാം. എന്താണ് അഭിമന്യുവിൻ്റെ വധവൃത്താന്തം നീ പറയാതിരുന്നത്? വസുദേവർ തുടർന്നു, കാലമാവാതെ മരണം ആർക്കും വന്ന് ഭവിക്കുകയില്ല. ഒരു നേർരേഖയ്ക്ക് പിന്നെയും ലേശം വളവ് വരാം. പക്ഷേ നിന്റെ മാർഗത്തിൽ അതിനുപോലും സ്ഥാനമില്ല. അതുകൊണ്ട് അഭിമന്യുവിൻ്റെ മരണകാരണം എന്താണെന്ന് വിശദീകരിച്ചു പറയൂ, ഞങ്ങൾ കൂടെ അറിയട്ടെ. പിതാവിൻ്റെ വാക്കുകൾ കേട്ട് കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരണം സമസ്യയാണ്. എന്നും ജനം അതിനുത്തരം തേടിക്കൊണ്ടിരിക്കും. ഉത്തരം ലഭിച്ചാൽ മരണമെന്ന ഒന്നില്ലാതെയാവും. ജനങ്ങൾ അഹങ്കരിക്കും. ലോകത്തിൻ്റെ മുഖഛായയ്ക്കു തന്നെ മാറ്റം സംഭവിക്കും. എന്നാൽ മരണമെന്ന പ്രഹേളികയിൽ എല്ലാം ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. ജ്ഞാനികൾ മരണമോർത്ത് വേദനിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറെ വേദനിക്കരുത്. ഉടനെ സുഭദ്ര ചോദിച്ചു, ശസ്ത്രപടുവായ അഭിമന്യു ആയോധനത്തിൽ പിന്തിരിഞ്ഞോ? മടങ്ങിയോടുമ്പോഴാണോ അവൻ മരിച്ചത്? പെട്ടെന്ന് കേശവൻ പറഞ്ഞു, ഒരിക്കലുമല്ല. ഷോഡശപ്രായം തികയാത്ത അവനെ 6 ബലശാലികൾ ചേർന്നാണ് വധിച്ചത്. അതും തന്ത്രപരമായി. ആയോധനത്തിൽ തന്ത്രം ഒരു കലയാണ്. വിദഗ്ധർ ആ തന്ത്രം ഉപയോഗിച്ച് ജയിക്കും. അഭിമന്യുവിൻ്റെ മരണം അങ്ങനെയാണ് ഭവിച്ചത്. സുഭദ്ര മാധവൻ്റെ സമീപത്തിരുന്ന് ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. മാധവനോടൊപ്പം ദ്വാരകയിലെത്തിയ കുന്തിദേവി സുഭദ്രയെ ആശ്വസിപ്പിച്ചു. അവർ പറഞ്ഞു, സുഭദ്രേ, നീ എന്തിനാണ് കരയുന്നത്? അവൻ്റെ പിതാവും യുദ്ധരംഗത്തുണ്ടായിരുന്നില്ലേ? അവൻ്റെ മാതുലനും യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ? അവർക്കാർക്കും നിന്റെ മകനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. രണനാടകമാടി അവൻ തിരശീലയ്ക്ക് പിന്നിൽ പോയി. ഒരു വീരപ്രസുവായി നീ ഇതാണ് മനുഷ്യധർമ്മം. ഇതാണ് മനുഷ്യധർമ്മം. നിന്റെ പുത്രൻ സദ്ഗതിയാണ് പ്രാപിച്ചത്. നിന്റെ അടുത്തു നിൽക്കുന്നത് ഗർഭിണിയായ ഉത്തരയാണ്. മാതാവായ നിന്റെ മാഴിയിൽ ഇങ്ങനെയാണെങ്കിൽ അവൾ എത്ര കണ്ട് ആദി പിടിക്കണം? ദുഃഖമടക്കി ഉത്തരയെ ആശ്വസിപ്പിച്ച് ക്ഷത്രിയ ധർമ്മം ഓർത്ത് വസിക്കണം. ഇനി ഉത്തര പ്രസവിക്കുന്ന കുട്ടിയെ പാലിച്ച് ഈ കുടുംബത്തിനും രാജ്യത്തിനും നാഥനെ നൽകണം. ആ ബാധ്യത നിന്നിലാണ്. ഇങ്ങനെ ആദി പിടിച്ച് മനസ്സ് പുണ്ണാക്കിയിട്ട് ഫലമില്ല. കുന്തിയുടെ വാക്കുകൾ സുഭദ്രയിൽ ആശ്വാസം പകർന്നു. അവൾ കണ്ണുനീര് തുടച്ചു ഉത്തരയെ ആശ്വസിപ്പിച്ചു. മരണത്തിൻ്റെ കറുത്ത ചിറകിൽ പറന്നുപോയ ഭർത്താവിനെ ഓർത്ത് ഉത്തര വിതുമ്പി. അവൾ ദുഃഖം കടിച്ചു തിന്നുകയായിരുന്നു. മതിതീരെ ഭർത്താവിനെ കാണുവാൻ പോലും അവൾക്ക് സമയം ലഭിച്ചില്ല. ആ വീരപുത്രൻ്റെ സമാശ്ലേഷത്തിൽ മനസ്സ് തുറന്ന് ലയിക്കുവാൻ പോലും അവസരം ലഭിച്ചില്ല. അതിനു മുമ്പ് വിധി വിളയാട്ടം നടത്തി അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഉത്തരമില്ലാത്ത ചോദ്യമായി നിന്നു. അഭിമന്യുവിൻ്റെ മരണം എല്ലാവരെയും കഠിനമായ വേദനയിലാഴ്ത്തി. വേദനിക്കുന്നവരെയും കരയുന്നവരെയും കേശവൻ അവരുടെ ലോകത്തിലേക്ക് വിട്ടു. കാരണം അവരോട് സാമം പറയുന്നതിലും നല്ലത് വേദനിച്ച് തീരുന്നതുവരെ
അവരെ വെറുതെ വിടുക എന്നതാണ്. കേശവൻ ആരെയും ആശ്വസിപ്പിക്കുവാൻ പോയില്ല. ദുഃഖകഥകൾ പരസ്പരം പറഞ്ഞ് സ്ത്രീകൾ ആശ്വസിച്ചു. ഗർഗാചാര്യൻ വസുദേവരെയും മറ്റുള്ളവരെയും ജീവിതത്തിൻ്റെ പൊരുൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് കുന്തി ഉത്തരയുമായി ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. സുഭദ്രയും അവരോടൊപ്പം ഭർതൃസവിധത്തിലേക്ക് പോയി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം കേശവൻ്റെ പരീക്ഷണ ശക്തി എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.